പറ അല്ലെങ്കിൽ പറ. ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മുടെ മിട്ടുൻ്റെ ബെഡ്റൂത്തിൽ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനും ആരെയും സെയിം ട്രെയിനിൽ തന്നെയാണ് വന്നത്. ഇതാണ് നമ്മുടെ ബ്രൈഡ് മിഥില. സോ നമ്മൾ അവളുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും ഉണ്ടായിരുന്നു ഡാൻസ് പ്രാക്ടീസിന്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസിനൊക്കെ അറ്റൻഡ് ചെയ്തത്. നമ്മൾ നൈറ്റായപ്പം ഇട്ടുവിന് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് മിഥില വെഡ്ഡിങ് കാർഡും ഡ്രസ്സും അതൊക്കെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഇത് വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ മോർണിംഗ് റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. അതാണ് മേക്കപ്പ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതും മിഥില എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു അവരെ എൻട്രി. നമ്മളും ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ കുറേ എടുത്തു. അപ്പം ഞങ്ങളുടെ ഒരു ബാച്ച് മേറ്റ്സ് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ആരെയും മാത്രമാണ് നേരത്തെ എത്തിയത്. അപ്പോൾ ഇതാണ് ശങ്കർ, ഞങ്ങളുടെ ബാച്ച് മേറ്റ് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃപ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഡയറക്റ്റ് എയർപോർട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് വന്നപ്പം മിഥില വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അവളെ വീട്ടിൽ വെൽക്കമിങ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഡയറക്റ്റ് ഈവനിങ് റിസപ്ഷനിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാനിത് കോപ്പിറൈറ്റ് വരുന്നത് വിചാരിച്ചിട്ടാണ് കേട്ടോ സോങ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഡാൻസും കഴിഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറെ കുറേ ബാച്ച് മേറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടതിൻ്റെയൊക്കെ സന്തോഷമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരമൊക്കെ സംസാരിച്ചു. എല്ലാവരും കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ദിവസം മിഥിലയുടെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു ഞാൻ ആരെയും. കൃപ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.